ഹായ് ഫ്രണ്ട്സ്, മിസ്റാവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കാണിച്ച ഒരു ബോട്ടുണ്ടായിരുന്നു, ഡൈവിങ് സഫാരി. അപ്പോൾ ആ സഫാരി ബോട്ട് അവരുടെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ച നമ്മുടെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, യോക്കൻ. അപ്പോൾ ആ യോക്കൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, മറ്റേ കൂട്ടുകാരൻ വന്നിട്ടില്ല. യോക്കൻ ഇവിടെ ഉണ്ട്. ആളിവിടെ എൻ്റെ പണികളൊക്കെ ആയിട്ട് തിരക്കിൽ ഓടി നടക്കുകയാണ്. ബോട്ട് പണിയൊക്കെ കഴിഞ്ഞു, അകത്തെ വർക്കൊക്കെ കഴിഞ്ഞു. ഒരു 60% വർക്ക് കഴിഞ്ഞു. ഇനി എൻജിൻ വർക്കും മുകളിലത്തെ ഡെക്ക് ഭാഗം സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതവർ ഹാർബറിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ മാലയിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ബോട്ടിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ബോട്ട് നീറ്റിലിറക്കുന്ന ഒരു കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ലക്ഷദ്വീപുകളിലൊക്കെ ഉള്ളതുപോലെയല്ല, ഇവിടെ JCBയും കാര്യങ്ങളൊക്കെ വന്നിട്ട്, ലക്ഷദ്വീപിലും JCBയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ JCBയും കാര്യങ്ങളൊക്കെ വന്നിട്ട് റെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. റെയിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ പടിപടിയായിട്ട് ഉള്ള ബലൂണുകളാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ വലിയ വലിയ ഷിപ്പുകളൊക്കെ കടലിലേക്ക് ഇറക്കുമ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന ബലൂണുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ള ബലൂണാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരതിൻ്റെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലദ്വീപിലെ ബോട്ടുകളൊക്കെ എങ്ങനെയാണ് കടലിലിറക്കുന്നത്, വലിയ വലിയ ബോട്ടുകളൊക്കെ എങ്ങനെയാണ് കടലിലിറക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഡൈവിങ് സഫാരിയുടെ ബോട്ടിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ബലൂൺ കണ്ടോ, ഇതേപോലെയുള്ള ബലൂണ് ഇതിൻ്റെ ബോട്ടിൻ്റെ അടിയിലേക്ക് ഫില്ല് ചെയ്തിട്ട് അത് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ബോട്ട് പൊങ്ങി വരും. എന്നിട്ട് അത് റെയിൽ പോലെ സെറ്റ് ചെയ്യും. ഓരോരോ ബലൂൺ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പുള്ളി ചെയ്തിട്ട് കടലിലേക്ക് ഇറക്കുന്നതാണ്. അങ്ങനെയാണ് മാലദ്വീപിൽ ബോട്ടൊക്കെ വലിയ വലിയ ബോട്ടുകളൊക്കെ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബോട്ട് ഇറക്കുന്ന ഭയങ്കര ആഘോഷമാണ്, സെലിബ്രേഷനാണ്. അപ്പോൾ ബോട്ടിൻ്റെ സൈഡിൽ ഒരുപാട് ചുള്ളലയും ഒരുപാട് ഭക്ഷണങ്ങളും നമ്മുടെ അപ്പങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ തൂക്കി ആൾക്കാരന്മാരൊക്കെ വന്നിട്ട് ബോട്ടൊക്കെ ദ്വാരന്ന് ഒക്കെ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഈ ചുള്ളലയും കാര്യങ്ങളൊക്കെ പറിച്ച് അങ്ങനെ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ബോട്ട് ഇറക്കുന്നത്. നാട്ടിലുള്ള ബോട്ട് ഇറക്കുന്ന കാഴ്ച ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. രാവിലെ ഏകദേശം 9 മണിയായി. ബോട്ട് ഉണ്ടാക്കുന്നത് കൺസ്ട്രക്ഷൻ ഒരു ടീമാണ്, ഇറക്കുന്നത് അൺഡോക്ക് ചെയ്യുന്നത് വേറൊരു ടീമാണ്. അപ്പോൾ ഇവർ വേറെ ദ്വീപിൽ നിന്ന് അൺഡോക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവരുടെ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 JCBയും അതൊക്കെ ഷിപ്പിലൊക്കെ കൊണ്ടുവന്നതാണ് ഇവർ. അപ്പോൾ ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. ഇവർ കടലിലിറക്കിയിട്ട് ഇതിൻ്റെ ബോയൻസിയും ഇതിൻ്റെ ഫ്ലോട്ടിങ് കപ്പാസിറ്റിയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കി കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എൻജിനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പ്രൊപ്പല്ലറൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം നമ്മുടെ ഫ്രണ്ട് യോക്കനും അതേപോലെ മാൽഡീവിലുള്ള ഇതിൻ്റെ ഇൻവെസ്റ്ററും ബോട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തിരക്കിൽ ഓടി നടക്കുന്നത് കാണാം.
ആഡംബര നൗകയാണ്. ഇതിൽ ബാറുണ്ട്, യോഗ സെൻ്റർ ഉണ്ട്, അതേപോലെ ഒരുപാട് ക്യാബിനുകളുണ്ട്. 10-13 ക്യാബിനുകളുണ്ട്. പല ക്വാളിറ്റിയിലുള്ള പല ക്ലാസ്സുകളായിട്ടുള്ള ക്യാബിനുകളുണ്ട്. അതേപോലെ ക്യാൻറ്റീൻ, ഒരുപാട് ക്രൂ മെമ്പേഴ്സിന് താമസിക്കാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ അത്ര ചെറുതല്ല. ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ട് വില്ല എന്നുള്ള ഒരു സെറ്റപ്പിൽ നിന്നൊക്കെ മാൽഡീവ്സിന് വേറിട്ട ഒരു ടൂറിസം പ്രോജക്റ്റാണ് ഈ ഡൈവിങ് സഫാരി ബോട്ടുകളൊക്കെ. ഇങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ആഡംബര നൗകയാണ്. അപ്പോൾ അതിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് തന്നെ നമുക്കറിയില്ല. നമ്മൾ ലാൻഡ് ഏരിയയിലുള്ളതുപോലെയുള്ള ഒരു ഫീലിംഗാണ് ഉണ്ടാവുക. വലിയ കടലും കാലാവസ്ഥ ഒക്കെ മോശമായി കഴിഞ്ഞാൽ അവർ ഓരോ നാട്ടിൻ്റെ സേഫ് ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാറ്റുമറ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ടാണ് ഇവർ നങ്കൂരം ഇടുക. എന്നിട്ട് അവരങ്ങനെ സഞ്ചരിച്ച് ഓരോ ദ്വീപുകളിൽ നിന്നും അടുത്ത ദ്വീപുകളിലേക്കും ഒരു അറ്റോളിൽ നിന്നും അടുത്ത അറ്റോളുകളിലേക്കും അങ്ങനെയൊക്കെ പോയി ഡൈവിങ്ങും അവിടുത്തെ മീൻ പിടിച്ച് ലൈവായിട്ട് ഫിഷിങ്ങൊക്കെ ചെയ്ത് അത് കുക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു അടിപൊളി ഡൈവിങ് സഫാരിയാണ് ഈ കാണുന്ന ഡൈവിങ് സഫാരി. ഇതവരുടെ ഡ്രീം പ്രൊജക്റ്റാണ്. ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് ലൈസൻസും കാര്യങ്ങളൊക്കെ റെഡിയായി മാൽഡീവ്സ് ഗവൺമെൻറ്റൊക്കെ അപ്രൂവ് ചെയ്തിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു മുതലാണ് ഈ ബോട്ട്. ഏകദേശം സമയം 2 മണിയായി. അപ്പോൾ ഇവരുടെ ബലൂണൊക്കെ ഇൻഫ്ലേറ്റായി. ബലൂൺ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നാളെ ആയിരിക്കും ബോട്ട് ഇറക്കുക. അപ്പോൾ ഇവിടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളമാസം, അതേപോലെ പായസവും, അരി കൊണ്ടുണ്ടാക്കിയ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിൻ്റെ പണിക്കാർക്കും അവർക്കൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. പായസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. Hi friends, Video, hello Yasim. This is our guest, our resort guest, Margareta from Germany. Say something. Say something. Was soll ich sagen? I don't know what. Say something about Velidu, our resort island. Resort Island is very, very good. The best place To visit. I ever seen. Yeah, thank you. And the people all are nice and smart, and especially Yasim. ഈ കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിലേക്ക് എയറൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഒരുപാട് ബംഗ്ലാദേശിലുള്ള വർക്കേഴ്സും, ഇതൊരു മാൽഡീവിയൻ കമ്പനിയാണ് ഈ അൺഡോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇവർ വർക്കേഴ്സായിട്ടുള്ളത് കുറച്ച് ബംഗ്ലാദേശികളും അതേപോലെ കൽക്കട്ടയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ്. നമ്മളൊരു വീടിൻ്റെ ബാൽക്കണീൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ബോട്ട് കുറച്ച് ഇറക്കി. ഇനി രണ്ട് JCB ഉണ്ട്. ഒന്ന് കടലിലാണ്, അവിടുന്ന് പുള്ള് ചെയ്യും. ഇപ്പുറത്ത് വേറൊരു JCB ഉണ്ട്, അത് അവിടുന്ന് പുഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ബോട്ട് ഇറങ്ങിപ്പോരും. ആ ഒരു സെറ്റപ്പിലാണ് ഇവർ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി കാഴ്ചയാണ്. നാട്ടുകാരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും അതുവരെ ഒരുപാട് ആൾക്കാർ ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട്.
ദിവസം രാവിലെ ആയി, ഒരു ദിവസം ഫുള്ള് അവർ ബോട്ട് ഇറക്കിയിട്ടും ഇത്രയാണ് എത്തിയത്. ഇവിടുത്തെ ആ വഴിയൊക്കെ നല്ല തടസ്സം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരത്ര ലേറ്റായത്. ഇന്നലെ ബോട്ടൊക്കെ ഇറക്കി ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഈവനിങ് ആയി. പിന്നെ രാത്രിയാണല്ലോ, ഇതിന് എൻജിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹാർബറിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പിറ്റേ ദിവസം രാവിലേക്ക് ബാക്കി പണി വെച്ചത്. അങ്ങനെ ബോട്ട് ഏകദേശം കടലിലെത്തി. Your name? Look. Luke. Okay. Rangalu? Yes. Rangalu. ബോട്ടൊക്കെ ഇറക്കി ഏകദേശം ലഗൂണിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ഷിപ്പ് വരും. ആ ഷിപ്പ് വന്നിട്ട് ഇതിനെ വലിച്ചുകൊണ്ട് ഹാർബറിലേക്ക് പോയിട്ട് അവിടെയാണ് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റ് മാൽദീവ്സിലെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.